ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി സോയാബീൻ റോസ്റ്റാണ്. അപ്പോൾ നമ്മൾ സവോള ആദ്യം അരിഞ്ഞെടുത്തു, അതേപോലെ തന്നെ തക്കാളി അരിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യം പച്ചമുളകാണ്, അത് നമ്മൾ ചെറുതായിട്ട് നന്നായി അരിഞ്ഞെടുത്തു. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നന്നായി നമ്മളൊന്ന് ചതച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പരിപാടി നോക്കാം. സോയാബീൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്ന വരെ നന്നായി എടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് അതും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും ചേർത്ത് കൊടുത്ത് അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുനുകുനാ അരിഞ്ഞ് നമ്മുടെ സവോള അതിലേക്ക് ചേർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഇത്തിരി ഉപ്പും ചേർക്കുന്നുണ്ട്. നമ്മുടെ സവോള വേഗം വഴന്ന് കിട്ടാൻ നല്ലതായിരിക്കും. പിന്നെ മസാലകളായ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായി സവോള എല്ലാ ഭാഗത്തും നന്നായി നന്നായി ഒന്ന് ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ സോയാബീൻ അതും ചേർത്ത് നന്നായി ഇളക്കി എല്ലാ സ്ഥലത്തേക്കും അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ പിടിക്കാൻ രീതിയിൽ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്താൽ നമ്മുടെ മസാല ഒന്ന് സെറ്റായി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കുറച്ച് വേപ്പിനെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,